ഹായ്, എസ്വീറുള്ള എൻ്റെ ഒരു സംശയമാണ്. നിങ്ങൾക്ക് അതിൽ അഭിപ്രായം പറയാം. അതായത് നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന നേതാക്കന്മാരുടെ മക്കളുടെ വരുമാനം, ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കാര്യത്തിൽ അവർ നേരത്തെ നടത്തിയിരുന്ന എക്സാലോജിക് എന്ന കമ്പനിയിലേക്ക് CMRL എന്ന കമ്പനി കൊടുത്ത പണം, അത് അക്കൗണ്ട് വഴി കൊടുത്ത പണം, അത് ചെയ്യാത്ത സേവനത്തിനാണെന്നുള്ള ആക്ഷേപമുണ്ട്. അതിന്റെ പേരിൽ ED യുടെയൊക്കെ നടപടി വരുന്നുണ്ട്. ശരി തെറ്റുകളൊക്കെ അന്വേഷണം നടക്കട്ടെ, പുറത്തേക്ക് വരട്ടെ. പക്ഷെ എൻ്റെ ഒരു സംശയം, അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലാ മക്കളുടെ കാര്യവും ചർച്ച ചെയ്യണ്ടേ? എന്തുകൊണ്ടാണ് പിണറായിയുടെ മകൾ വീണയുടെ കാര്യത്തിൽ നിൽക്കുന്നത്? നമ്മുടെ കേന്ദ്രം ഭരിക്കുന്ന ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷായുടെ മകൻ ജയ്ഷ ഇപ്പോൾ ICCയുടെ തലപ്പത്താണ്. അദ്ദേഹം നേരത്തെ നടത്തിയിരുന്ന കമ്പനിയുടെ വരുമാനം എന്ന് പറഞ്ഞാൽ, അച്ഛൻ ആഭ്യന്തരമന്ത്രി ആയതിനു ശേഷം നടത്തിക്കൊണ്ടിരുന്ന കമ്പനിയുടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ അതിൻ്റെ വാർഷിക വരുമാനത്തിലുണ്ടായ ഏകദേശം 300, 400, 500 മടങ്ങാണ് അതിൻ്റെ വരുമാനത്തിൽ വർധനവുണ്ടായത്. ആ കമ്പനി ഇതുവരെ ഇപ്പോഴും റൺ ചെയ്യുന്നുണ്ട്. അതും പോരാഞ്ഞിട്ടും പൊളിറ്റിക്കൽ പോസ്റ്റിംഗ് ആയിട്ട് BCCIയിൽ അദ്ദേഹം സെക്രട്ടറി ആക്കുന്നു. ഇപ്പോൾ ICCIയുടെ തലപ്പത്ത് കൊണ്ടുവരുന്നു. രാഷ്ട്രീയ നിയമനമല്ലേ? ആ അച്ഛൻ്റെ ലേബലിൽ അങ്ങനെയുള്ള പോസ്റ്റിംഗ് നടക്കുമ്പോൾ അയാളുടെ വരുമാനത്തെ സംബന്ധിച്ച് ED ജന്മത്ത് അന്വേഷിക്കും? ഇല്ലല്ലോ. പരാതി ഉണ്ടെങ്കിൽ പോലും അതൊരിക്കലും പുറത്തു വരാൻ പോകുന്നില്ല. എങ്ങനെയാണ് ജയ്ഷായെ പോലൊരു വ്യക്തിക്ക് ഇത്രയും കോടാനുകോടി, ഇപ്പോൾ 2.5 കോടി രൂപയുടെ ഒരു വിഷയമാണ്, ഒരു കമ്പനികൾ തമ്മിലുള്ള ഡീലിനെ സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുന്നത്. അപ്പോൾ അതൊക്കെ നടക്കട്ടെ. രാഷ്ട്രീയ നേതാക്കന്മാരുടെ മക്കളൊന്നും ശരിയായ രീതിയിൽ പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തിലൊന്നും സംശയമില്ല. അത് പിണറായി വിജയന്റെ മകൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമപരമായിട്ടുള്ള അന്വേഷണം നടക്കട്ടെ. പക്ഷേ പിണറായി വിജയന്റെ മകൾക്ക് മാത്രം മതിയോ? എല്ലാവരുടെയും മക്കൾക്ക് അത് വേണ്ടേ? ഇപ്പോൾ നിതിൻ ഗഡ്കരിയുടെ മകൻ, നമ്മുടെ എത്തനോൾ വെച്ചുള്ള പെട്രോൾ നിർമ്മാണത്തിന്റെ അതിന്റെ ഏറ്റവും വലിയ കമ്പനിയുടെ ഓണർ എന്ന് പറയുന്നത് നിതിൻ ഗഡ്കരിയുടെ മകനാണ്. ആ നിതിൻ ഗഡ്കരിയുടെ മകന്റെ കഴിഞ്ഞ വാർഷിക വരുമാനങ്ങൾ സംബന്ധിച്ചൊക്കെ വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് അതിനെക്കുറിച്ച് കൺസേൺ ഉണ്ടാകാതെ പോകുന്നത്? ഒരാളുടെ മകളുടെ കാര്യത്തിലുള്ള കൺസേൺ എല്ലാവരുടെ മക്കളുടെ കാര്യത്തിലും നമ്മൾ ശബ്ദം ഉയർത്തേണ്ടതുണ്ട്. അല്ലാതെ ഏകപക്ഷീയമായിട്ട് അത് ED വന്നില്ലേ, സംശയം ജനിപ്പിച്ചില്ലേ എന്നൊക്കെ പറയുമ്പോൾ ED വരാത്തടത്ത്, അതായത് തീക്കട്ടെ കയറി ഉറുമ്പരിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ കേന്ദ്രം ഭരിക്കുന്നവരുടെ പലരുടെയും മക്കൾ, കേരളത്തിലെ തന്നെ കോൺഗ്രസ് നേതാക്കന്മാരുടെ മക്കളുടെ സമ്പത്ത്, അവരുടെ ആസ്തി, ഇതിനെ സംബന്ധിച്ച് എന്താണ് ആർക്കും ആശങ്കയില്ലാത്തത്? ഏകപക്ഷീയമായിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾക്കും ചില അന്വേഷണ ഏജൻസികൾക്കും ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരുടെ മക്കളെ സംബന്ധിച്ച് അവരെ അന്വേഷണം നടത്തണമെന്നല്ല, അവരുടേതോ അന്വേഷണം നടത്തണം. അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അനധികൃതമായ അച്ഛന്റെ അധികാര പരിധി വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ നേടിയിട്ടുണ്ടെങ്കിൽ ജനം അറിയട്ടെ. നിങ്ങൾ രാഷ്ട്രീയത്തിൽ ട്രാൻസ്പാരന്റ് ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം എന്നുള്ള നിലപാടുകൾ എല്ലാവരുടെ കാര്യത്തിലും അപ്ലൈ ചെയ്യണം. അല്ലാതെ ഒരു സൈഡിൽ മാത്രം ഏകപക്ഷീയമായി അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റത് നമ്മുടെ കണ്ണിന്റെ മുന്നിൽ യാതൊരു ബേസുമില്ലാതെ, ക്രിക്കറ്റുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരാളുടെ മകൻ, അയാൾ ക്രിക്കറ്റിൽ ഒരു ദിവസം പോലും കളിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തി ഇപ്പോൾ നേരെ ICCയുടെ അതായത് ഇന്റർനാഷണൽ ക്രിക്കറ്റ് അസോസിയേഷന്റെ തലപ്പത്തേക്ക് ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കാഴ്ച കാണുമ്പോൾ അതിൽ ചോദ്യങ്ങളില്ലാതിരിക്കുക, സംശയങ്ങളില്ലാതിരിക്കുക. ഇത് എന്തുകൊണ്ട് ആ പദവി കിട്ടി? അപ്പോൾ പിൻവാതിൽ നിയമനത്തിന്റെ സോഴ്സ് ഉണ്ട്, അപ്പന്റെ ലേബലിൽ കിട്ടിയതാണ്. അത് ചർച്ച ചെയ്യേണ്ട, ഇത് ചർച്ച ചെയ്യണമെന്ന് പറയുന്നതിന്റെ രാഷ്ട്രീയം എന്താണ്? നമ്മൾ ആലോചിക്കേണ്ട വിഷയമല്ലേ? നിങ്ങൾക്കതിൽ അഭിപ്രായം, അതായത് ജെനുവിനായിട്ടുള്ള അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യും.